Good evening, dear friends. Once again, welcome back to my channel. പ്ലസ് വൺ കൊമേഴ്സ് ക്ലാസ്സിലേക്ക് പുതിയതായി പ്രവേശനം ലഭിച്ച എല്ലാ കുട്ടികൾക്കും അക്കൗണ്ടൻസിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയങ്ങളിലൊന്നായ അക്കൗണ്ടൻസി തുടക്കം മുതലേ നന്നായി പഠിക്കുന്നതിന് സഹായിക്കുന്നതിനായി തയ്യാറാക്കിയിരിക്കുന്ന ഈ വീഡിയോ വളരെ ലളിതവും നോട്ടുകൾ എഴുതി പഠിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന തരത്തിലുമുള്ളതാണ്. ഈ പാഠഭാഗത്ത് നിന്ന് മുൻ വർഷത്തെ പൊതുപരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലസ് വൺ അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് എന്ന പാഠഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പായി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് അക്കൗണ്ടൻസി കൂടുതൽ എളുപ്പത്തിൽ പഠിക്കുന്നതിന് നിങ്ങൾക്ക് സഹായകമാകും. പ്ലസ് വൺ അക്കൗണ്ടൻസി ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് വീഡിയോ സീരീസ് 1. മീനിങ് ഓഫ് അക്കൗണ്ടിംഗ്. അക്കൗണ്ടിങ്ങിന്റെ അർത്ഥം എന്താണ്? ഒരു സ്ഥാപനത്തിന്റെ വരവ് ചിലവ് കണക്കുകളെ കൃത്യമായി ഇനം തിരിച്ച് തരം തിരിച്ച് രേഖപ്പെടുത്തുന്നതും വർഷത്തിന്റെ അവസാനത്തിൽ അവയെ ചുരുക്കി ലാഭ നഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്. അക്കൗണ്ടിംഗ് എന്നത് ഒരു കൃത്യതയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതില് സാമ്പത്തിക ഇടപാടുകളെ തിരിച്ചറിയുന്നതിനും അവയെ അളന്ന് തിട്ടപ്പെടുത്തുന്നതിനും റെക്കോർഡ് ചെയ്യുക എന്ന് എഴുതി സൂക്ഷിക്കുന്നതിനും ഒരേ തരത്തിലുള്ളവയെ ഇനം തിരിക്കുന്നതിനും അവയുടെ ചുരുക്ക രൂപത്തിൽ അവയെ സമ്മറൈസ് ചെയ്യുന്നതിനും ഇവയുടെ ഗുണ പോരായ്മകൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനും ആവശ്യമുള്ളവരിലേക്ക് ഇൻഫർമേഷൻ കൈമാറുന്നതിനും സഹായിക്കുന്ന പ്രക്രിയയാണ് അക്കൗണ്ടിംഗ് എന്ന് വിളിക്കുന്നത്. അക്കൗണ്ടിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഐഡന്റിഫൈയിങ്, മെഷറിംഗ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിംഗ്, ഇന്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ദ യൂസേഴ്സ്. അക്കൗണ്ടിങ്ങിന്റെ സാമ്പത്തിക വിവരങ്ങൾ ആവശ്യമുള്ള വ്യക്തികളിലേക്ക് വളരെ കൃത്യമായി അക്കൗണ്ടിംഗ് ഇൻഫർമേഷനെ ശരിയായ രീതിയിൽ അവതരിപ്പിച്ച് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. രണ്ടാമതായി ഇതിന്റെ ഡെഫിനിഷനിലേക്ക് നമുക്ക് കടക്കാം. അക്കൗണ്ടിങ്ങിന്റെ നിർവചനം എന്താണ്? അക്കൗണ്ടിങ്ങിന്റെ നിർവചനം പല വ്യക്തികളും സ്ഥാപനങ്ങളും നിർവചിച്ചിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും അനുയോജ്യമായവയും AICPA അഥവാ അമേരിക്കൻ
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ഇവരുടെ ഔദ്യോഗികമായ നിർവചനമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. അക്കൗണ്ടിംഗ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് and summarizing in a significant manner and in terms of money transactions and events which are in part at least of a financial character and interpreting the result thereof. അമേരിക്കയിലെ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിൻ്റെ അസോസിയേഷൻ അവതരിപ്പിക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. അക്കൗണ്ടിങ് എന്നാൽ ഒരു കലയാണ് എന്നാണ് പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, രേഖപ്പെടുത്തലുകൾ. അക്കൗണ്ടിങ്ങിൽ അനുയോജ്യമായ സാമ്പത്തിക ഇടപാടുകളെ കൃത്യമായി രേഖപ്പെടുത്തുകയും അവയെ ഇനം തിരിക്കുകയും ചുരുക്കി എഴുതുകയും ഒക്കെ ചെയ്യുന്ന ആ പ്രോസസ്സ്. പണമൂല്യത്തിൽ കൺവേർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ട്രാൻസാക്ഷൻ മാത്രമേ അക്കൗണ്ടിങ്ങിൽ എഴുതാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ എഴുതുന്ന എല്ലാ ട്രാൻസാക്ഷൻസും പണമൂല്യത്തിലേക്ക് മാറ്റപ്പെട്ടവയായിരിക്കണം. ഈ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ ക്യാരക്ടേഴ്സിനെ വിശകലനം ചെയ്ത് അവയുടെ റിസൾട്ടുകൾ പരിശോധിച്ച് ബിസിനസിന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് അക്കൗണ്ടിംഗ് സഹായിക്കുന്നു. അടുത്തതായിട്ട് അക്കൗണ്ടിങ്ങിന്റെ ഈ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്ന AICPA പൂർണ്ണരൂപം അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. ഈ ഡെഫിനിഷൻ സാധാരണയായി എക്സാമിന് ചോദിച്ചു കാണുന്നതാണ്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ഇവയുടെ എല്ലാം ആദ്യ അക്ഷരമായ AICPA എന്ന് ചേർത്താണ് ഇവിടെ പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ സ്വഭാവ സവിശേഷതകൾ എന്താണ്, അഥവാ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? 6 പ്രോസസ്സുകളിലൂടെ അക്കൗണ്ടിങ് കടന്നു പോകണം, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന് 6 സ്വഭാവ സവിശേഷതകളുണ്ട്. ഒന്ന്, ഐഡന്റിഫിക്കേഷൻ. അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കേണ്ട ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകൾ ആണോ എന്ന് ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് വേണ്ടത്. സാമ്പത്തിക ഇടപാടുകൾ അല്ലാത്തവയൊന്നും അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല. രണ്ടാമതായി റെക്കോർഡിംഗ്. ഇങ്ങനെ തിരിച്ചറിയപ്പെട്ട, നമുക്ക് സാമ്പത്തിക ഇടപാട് എന്ന് മനസ്സിലാക്കപ്പെട്ട ട്രാൻസാക്ഷൻസ് അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണ് റെക്കോർഡിംഗ്. ഇങ്ങനെ അനേകം ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതിനെ ഇനം തിരിച്ച്, ഓരോ വിഭാഗത്തിലും ഇനം തിരിച്ച് എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്ലാസിഫൈയിങ്. ഈ ഇനം തിരിച്ചെഴുതിയവയുടെ ചുരുക്കരൂപം പ്രിപ്പയർ ചെയ്യുന്നതാണ് സമ്മറൈസിങ്. ഈ പ്രക്രിയ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിനെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ലാഭനഷ്ടങ്ങളാണോ എന്ന് തിരിച്ചറിയുന്നതിനും ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന പ്രോസസ്സിലൂടെ കടത്തിവിടുന്നത്. ഏറ്റവും അവസാനമായി ആർക്ക് വേണ്ടിയാണോ, ആരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ വ്യക്തികളിലേക്ക് ഈ പ്രിപ്പയർ ചെയ്യപ്പെട്ട രേഖകൾ കൈമാറുന്നതിന് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നു.
അപ്പോൾ 6 പ്രോസസ്സുകളിലൂടെയാണ് അക്കൗണ്ടിങ് കടന്നു പോകുന്നത്. ഐഡന്റിഫിക്കേഷൻ, റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അക്കൗണ്ടിങ്ങിന് പ്രധാനമായും 5 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, മെയിൻറ്റെയിനിങ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അക്കൗണ്ടിങ്ങിന്റെ വിവരങ്ങൾ കൃത്യമായി എഴുതി സൂക്ഷിക്കുക. അത് അക്കൗണ്ടിങ്ങിന്റെ ഒരു ലക്ഷ്യമാണ്. കാരണം കണക്കുകൾ കൃത്യമായി മനസ്സിലാക്കുന്നതിനും അവ അനാലിസിസ് നടത്തി ഇന്റർപ്രിട്ടേഷൻ നടത്തി റിസൾട്ട് എടുക്കുന്നതിനുമൊക്കെയായി കൃത്യമായി രേഖപ്പെടുത്തിയ വിവരങ്ങൾ അനുസരിച്ച് വളരെ ക്രമീകൃതമായി ചെയ്യാവുന്നതാണ് അക്കൗണ്ടിങ്. അതുകൊണ്ട് അക്കൗണ്ടിങ് രേഖപ്പെടുത്തുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിന്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. രണ്ടാമതായി പറയുന്നത് ഡിറ്റർമിനിങ് പ്രോഫിറ്റ് ഓർ ലോസ്. ലാഭമാണോ നഷ്ടമാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിനായിട്ട് തീരുമാനിക്കുന്നതിനായിട്ട് അക്കൗണ്ടിങ് സഹായിക്കുന്നു. അടുത്തത് ഡിറ്റർമിനിങ് ഫിനാൻഷ്യൽ പൊസിഷൻ. ബിസിനസിന്റെ സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കുന്നതിനും തീരുമാനിക്കുന്നതിനും അക്കൗണ്ടിങ് സഹായകമാകുന്നു. അടുത്തതായിട്ട് പ്രൊട്ടക്റ്റിംഗ് ബിസിനസ് അസറ്റ്സ്. ബിസിനസിന്റെ അസറ്റുകളെ സംരക്ഷിക്കുന്നതിനായി എല്ലാം എഴുതി സൂക്ഷിക്കുമ്പോൾ അതൊരു സംരക്ഷണ പരിധിയിലേക്ക് വരുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് അസറ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നത് അക്കൗണ്ടിങ്ങിന്റെ ഒരു ലക്ഷ്യമാണ്. അഞ്ചാമതായി പറയുന്നത് പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. അക്കൗണ്ടിങ്ങിന്റെ വിവരങ്ങൾ അതിൻ്റെ കൃത്യമായ ഉപഭോക്താക്കളിലേക്ക്, ആവശ്യമുള്ളവരാരാണോ അവരിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അടുത്ത പോർഷൻ അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, അഥവാ റോൾ ഓഫ് അക്കൗണ്ടിങ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ അക്കൗണ്ടിങ്ങിന്റെ റോൾ എന്താണ്? ഒന്നാമതായി പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ബിസിനസ്. ബിസിനസ്സിനെ സംബന്ധിക്കുന്ന സാമ്പത്തിക വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു. രണ്ടാമതായിട്ട് പറയുന്നു അസിസ്റ്റൻസ് ടു മാനേജ്മെന്റ്. മാനേജ്മെന്റിനെ സഹായിക്കുന്നതിനായിട്ട് അക്കൗണ്ടിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ് മാനേജ്മെന്റിനെ സഹായിക്കുന്നു എന്നുള്ളത്. കാരണം ഒരു വർഷത്തിന്റെ ലാഭനഷ്ട കണക്കുകൾ കൃത്യമായി എഴുതി വർഷാവസാനം അതിൻ്റെ കണക്കിൽ കൃത്യമായി എടുക്കുമ്പോൾ അത് ലാഭനഷ്ടങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നതിന് മാനേജ്മെന്റിനെ സഹായിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. ഫെസിലിറ്റേറ്റ് കമ്പാരറ്റീവ് സ്റ്റഡി. താരതമ്യ പഠനത്തിന് സഹായിക്കുന്നു. നമ്മുടെ തന്നെ സ്ഥാപനത്തിൽ 2 വർഷത്തെ ലാഭനഷ്ടങ്ങൾ ചേർത്ത് വെച്ച് പഠനം നടത്തുന്നതിനായി സഹായിക്കുന്നു. ഒപ്പം തന്നെയും നമ്മുടെ സ്ഥാപനവും മറ്റുള്ള സ്ഥാപനങ്ങളും തമ്മിലുള്ള ഒരു കമ്പാരറ്റീവ് സ്റ്റഡി നടത്തുന്നതിനായിട്ട് സഹായിക്കുന്നു. അടുത്തത് ഹെൽപ്ഫുൾ ഇൻ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനം എടുക്കുന്നതിനായിട്ട് അക്കൗണ്ടിങ് സഹായിക്കുന്നു. കാരണം മുൻ വർഷത്തെ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചതിന് ശേഷം ഇനി ബിസിനസിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്നു. അടുത്തതായിട്ട് അക്കൗണ്ടിങ്ങിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, പരിമിതികൾ എന്തൊക്കെയാണ്? അക്കൗണ്ടിങ് ഇഗ്നോർസ് ദ ക്വാളിറ്റേറ്റീവ് എലമെന്റ്. ക്വാളിറ്റേറ്റീവ് എലമെന്റുകളെ, ഗുണാത്മക സവിശേഷതകളെ അക്കൗണ്ടിങ് പരിഗണിക്കുന്നില്ല. മാനേജറുടെ എഫിഷ്യൻസി ഓഫ് മാനേജറുടെ എഫിഷ്യൻസിയെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് ബിസിനസിന്റെ ഒരു പ്രധാന കുറവാണ്. അക്കൗണ്ടിങ്ങിന്റെ ഒരു പ്രധാന കുറവായിട്ട് അതിനെ കാണാം. ആവശ്യമായ ശ്രദ്ധ ക്വാളിറ്റേറ്റീവ് എലമെന്റിൽ കൊടുക്കുന്നില്ല. രണ്ടാമത് പറയുന്നു ഇറ്റ് ഇഗ്നോർസ് ദ പ്രൈസ് ലെവൽ ചേഞ്ചസ്. പ്രൈസിന്റെ ലെവലിൽ ഉണ്ടാകാവുന്ന വ്യത്യാസങ്ങൾ അക്കൗണ്ടിങ് ശ്രദ്ധിക്കുന്നില്ല, ഇഗ്നോർ ചെയ്യുന്നു. വില കൂടി, ഒരു വസ്തുവിന്റെ വില കൂടി, വില കുറഞ്ഞു, അത് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല. കാരണം അത് വാങ്ങിയ സമയത്തെ വില
ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞ് അതാണ് എൻട്രി ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വിലയുടെ വ്യത്യാസം ഒരിക്കലും അക്കൗണ്ടിങ് പരിഗണിക്കുന്നില്ല എന്നർത്ഥം. ഇറ്റ് മേ ലീഡ് ടു വിൻഡോ ഡ്രസ്സിംഗ്. അടുത്ത പോയിന്റാണ് ഇറ്റ് മേ ലീഡ് ടു വിൻഡോ ഡ്രസ്സിംഗ്. അക്കൗണ്ടിങ്ങിലെ സൂത്രപ്പണികളൊക്കെ നടത്തി യഥാർത്ഥ അവസ്ഥയെ മറച്ചു വെച്ചുകൊണ്ട് ഒരു ക്രിയേറ്റഡ് സിറ്റുവേഷൻ രൂപീകരിക്കുന്നതിനായിട്ട് സഹായിക്കുന്നു. അതാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരിയായ അക്കൗണ്ടിങ്ങിന്റെ വിവരങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് കൃത്രിമമായി ഉണ്ടാക്കിയ അക്കൗണ്ടിംഗ് വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയ വിൻഡോ ഡ്രസ്സിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വിൻഡോ ഡ്രസ്സിങ്ങിനുള്ള സാധ്യത അക്കൗണ്ടിങ്ങിലുണ്ട് എന്നുള്ളത് അക്കൗണ്ടിങ്ങിന്റെ ഒരു കുറവാണ്. നാലാമത്തെ പോയിന്റായിട്ട് പറയുന്നു അക്കൗണ്ടിങ് ഈസ് നോട്ട് ഫുള്ളി എക്സാക്ട്. അക്കൗണ്ടിങ് എന്നത് പറയുന്നത് എല്ലാത്തിൻ്റെയും ഒരു ചുരുക്ക രൂപമാണ് എന്ന് 100% അത് പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ്? അക്കൗണ്ടിങ്ങിന് പ്രധാനമായിട്ടും 3 ബ്രാഞ്ചുകളാണുള്ളത്. ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിങ്. രണ്ടാമതായി കോസ്റ്റ് അക്കൗണ്ടിങ്. മൂന്നാമതായിട്ട് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, ഗുണാത്മക സ്വഭാവങ്ങൾ ഏതൊക്കെയാണ്? പ്രത്യേകതയുള്ള സ്വഭാവങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് റിലയബിലിറ്റി. റിലയബിൾ ആകണം. റിലയബിലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആവശ്യ സമയത്ത് കൃത്യതയോടുകൂടി ഉപകരിക്കുന്ന രീതിയിലായിരിക്കണം ഇവയുടെ പ്രിപ്പറേഷൻ. രണ്ടാമതായി പറയുന്നു റിലവൻസ്. എപ്പോഴാണോ ഇൻഫർമേഷന്റെ ആവശ്യകതയുള്ളത് ആ സമയത്ത് അത് കൃത്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുവാൻ സാധിക്കണം. 3 അണ്ടർസ്റ്റാൻഡബിലിറ്റി. ആർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം കാര്യങ്ങളുടെ വിശദ വിവരങ്ങൾ. ജേണൽ എൻട്രിയും അവയുടെ ചുരുക്കിയ എക്സ്പ്ലനേഷനായ നറേഷനും ആളുകൾക്ക് വായിച്ചാൽ കേട്ടാൽ മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം പ്രസന്റേഷൻ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് പറയുന്നു അണ്ടർസ്റ്റാൻഡബിലിറ്റി. മറ്റുള്ളവർക്ക് വിവരങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ വേണം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യാൻ. ആൻഡ് ലാസ്റ്റ് വൺ കമ്പയറബിലിറ്റി. നമ്മുടെ സ്ഥാപനത്തിലെ ലാഭവും മറ്റേതെങ്കിലും സ്ഥാപനത്തെ ലാഭനഷ്ടങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനായി സഹായിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ്ങിന്റെ വിവരങ്ങൾ ആവശ്യമുള്ള വ്യക്തികൾ ആരൊക്കെ? പ്രധാനമായിട്ടും ഈ ആവശ്യമുള്ള വ്യക്തികളെ 2 ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. ഒന്ന് ഇന്റേണൽ യൂസേഴ്സ്, 2 എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇന്റേണൽ യൂസർ ബിസിനസിന്റെ അകത്തുള്ള ഉപയോക്താക്കൾ, ഉപയോഗിക്കുന്നവർ ആരൊക്കെ? ഒന്നാമതായിട്ട് പറയുന്നു ഓണേഴ്സ്. ബിസിനസിന്റെ എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അറിയുകയും അതിനു വേണ്ട ഡിസിഷൻസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഓണർ. ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്ന ബിസിനസ്സിലാണെങ്കിൽ ഓണർ ഈ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതായി പറയുന്നു മാനേജ്മെന്റ്. ഓണർഷിപ്പ് മാനേജ്മെന്റുമായിട്ട്, വ്യക്തിഗത മാനേജ്മെന്റുമായിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ ഇത് കാണിച്ചിരിക്കണം. അക്കൗണ്ടിങ്ങിന്റെ ഇൻഫർമേഷൻ കൃത്യമായിട്ട് അവർക്ക് ലഭിച്ചിരിക്കണം. മൂന്നാമതായിട്ട് പറയുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അറിയാൻ ആഗ്രഹിക്കുന്നവർ എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ്. ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരാണ്, അതാണ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ യൂസേഴ്സ്, അക്കൗണ്ടിങ്ങിന്റെ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എക്സ്റ്റേണൽ യൂസേഴ്സ്. ഒന്ന് ക്രെഡിറ്റേഴ്സ്, നമുക്ക് ക്യാഷോ സാധനമോ കടത്തിൽ തരുന്നവർ ഇത് കൃത്യമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത് കൺസ്യൂമേഴ്സ്, നമ്മുടെ ബിസിനസിന്റെ ഉപഭോക്താക്കൾ, കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ്. ഉപയോഗിക്കുക, നമ്മുടെ ഗുഡ്സ് വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് കൺസ്യൂമേഴ്സ്. മൂന്നാമത് പൊതുജനം, പബ്ലിക്. പൊതുജനത്തിനും ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയേണ്ടതിന്റെ ആവശ്യകതയുണ്ടാവും. നാലാമതായി ഇൻവെസ്റ്റേഴ്സ്, നിക്ഷേപകര് എന്നാണ് ഉദ്ദേശിക്കുന്നത്.
അവരുടെ കയ്യിൽ കുറേ പണമുണ്ട്, അതെവിടെ നിക്ഷേപിക്കണമെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് വ്യക്തമായ ഇൻഫർമേഷൻ ലഭിക്കുകയാണെങ്കിൽ ആ ക്യാഷ് വേണമെങ്കിൽ അവരെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകും. അപ്പോൾ ബിസിനസ്സിൻ്റെ കൂടുതൽ മെച്ചപ്പെട്ട ഉയർച്ചയ്ക്ക് ഇത് കാരണമാകും. റിസർച്ചേഴ്സ്, ബിസിനസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്നവരും മറ്റ് കമ്പനികളുടെ റിസർച്ച് ഗ്രൂപ്പുകളും ഉണ്ടാവും. അവർ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ കൃത്യമായി കളക്ട് ചെയ്യുന്നുണ്ടാവും. അടുത്തത് ഗവൺമെൻറ് ആൻഡ് ടാക്സ് അതോറിറ്റി. ഗവൺമെൻറ്റിനും ടാക്സ് അതോറിറ്റിക്കും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കൃത്യമായി ലഭിക്കേണ്ടതുണ്ട്. ഏഴാമതായി പറയുന്നു ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബിസിനസ്സിന് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തേണ്ടി വരുന്നോ അല്ലെങ്കിൽ ലോണുകൾ എടുക്കേണ്ടി വരുമ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ കൃത്യമായി കാണാനായിട്ട് ഈ ബാങ്ക് ആവശ്യപ്പെടാറുണ്ട്. അവർക്കും അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ്റെ ഉപഭോക്താക്കളാണ് അവരും എന്ന് പറയുന്നത്. അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്തത് ഇവിടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉപയോഗിക്കുന്ന കുറേ ടെക്നിക്കൽ ടേംസ്, ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന കുറേ ടെക്നിക്കൽ ടേമുകളുടെ പേരുകളാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഒന്നാമതായി പറയുന്നു അസറ്റ്സ്. അസറ്റ്സ് ആർ ദ പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ an enterprise. They are economic resources of the business. അസറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള വസ്തുവകകളെ എല്ലാം ചേർത്താണ് അസറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് ഒരു സാമ്പത്തിക ഉറവിടം മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു. അസറ്റുകളെ പ്രധാനമായും മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് ഫിക്സഡ് അസറ്റ്, സ്ഥിരതയുള്ള അസറ്റ്, ബിസിനസ്സിൽ സ്ഥിരതയോടുകൂടി നിൽക്കുന്ന അസറ്റുകൾ. രണ്ടാമതായി പറയുന്നു കറണ്ട് അസറ്റ്, ബിസിനസ്സിൽ സ്ഥിരതയില്ലാത്ത മാറ്റങ്ങൾ വരാവുന്ന ഭാഗമാണ് കറണ്ട് അസറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഇത് ബിസിനസ്സിൽ ഉണ്ടാകാവുന്ന ലോങ് ടേം ലോസുകളെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അസറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ 3 പിരിവുകളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചിരുന്നു. അടുത്തത് എന്താണ് ലയബിലിറ്റീസ്? ലയബിലിറ്റീസ് മീൻസ് എമൗണ്ട് ഓവ്ഡ് ബൈ ദ ബിസിനസ്. ബിസിനസ് ആരുടെ കയ്യിൽ നിന്നാണോ കടമെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നേടിയെടുത്തിരിക്കുന്നത് ആ വ്യക്തികളെ നമ്മളുടെ ലയബിലിറ്റി ആയിട്ട് മാറും. ആ വ്യക്തികൾക്ക് കൊടുക്കാനുള്ള പണം നമ്മളുടെ ലയബിലിറ്റി ആയിട്ട് മാറും. ലയബിലിറ്റികളെ പൊതുവെ രണ്ടായിട്ട് തിരിക്കാം. നോൺ കറണ്ട് ലയബിലിറ്റി അഥവാ കറണ്ട് ലയബിലിറ്റി. നോൺ കറണ്ട് ലയബിലിറ്റി അഥവാ കറണ്ട് ലയബിലിറ്റി, അങ്ങനെ രണ്ടായിട്ട് തിരിക്കാവുന്നതാണ്. അടുത്തത് പറയുന്നു ക്യാപിറ്റൽ. Capital is the amount invested in the enterprise by the proprietor ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഉടമസ്ഥനാൽ ബിസിനസ്സിലേക്ക് നിക്ഷേപിക്കപ്പെടുന്ന തുകയാണ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഉടമസ്ഥൻ ബിസിനസ്സിൽ നിക്ഷേപിക്കുന്ന തുകയാണ് ക്യാപിറ്റൽ. ഇത് ബിസിനസ്സിന് ഒരു ബാധ്യതയാണ് എന്നുള്ളതാണ് എടുത്തു പറയുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ക്യാപിറ്റൽ ഈസ് ദ ലയബിലിറ്റി ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ ഒരു ലയബിലിറ്റിയാണ്. അടുത്തതായിട്ട് പറയുന്നു എക്സ്പെൻസ്. എക്സ്പെൻസ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ജനറേറ്റിംഗ് റവന്യൂ. വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി അല്ലെങ്കിൽ വരുമാനം ഉപയോഗിക്കുന്നതിനായി ബിസിനസ്സിനുണ്ടാകാവുന്ന ചെലവുകളെയാണ് എക്സ്പെൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. വരുമാന വർധനവിൻ്റെ ഭാഗമായി ബിസിനസ്സിന് ചെലവാകുന്ന തുകയെ വിളിക്കുന്ന പേരാണ് എക്സ്പെൻസ്. എന്താണ് എക്സ്പെൻഡിച്ചർ? അടുത്തത് ഇറ്റ് ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ഓർ ലയബിലിറ്റി ഇൻകേർഡ് ഫോർ അക്വയറിംഗ് അസറ്റ് ഓർ ഗുഡ്സ് ഓർ സർവീസസ്. ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻടു 3: ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഒരു ബിസിനസ് സ്ഥാപനത്തിന് അസറ്റുകൾ സ്വന്തമാക്കുന്നതിനും മറ്റു വിവരങ്ങൾ സ്വന്തമാക്കുന്നതിനു വേണ്ടി ബിസിനസ് ഏറ്റെടുക്കുന്ന ബാധ്യതകളെ അല്ലെങ്കിൽ മുടക്കുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇവിടെ എക്സ്പെൻഡിച്ചർ എന്ന് വിശേഷിപ്പിക്കുന്നത്.
ഏതെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടി മാത്രം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കേസുകൾ എക്സ്പെൻഡിച്ചർ എന്ന് നമുക്ക് പറയാവുന്നതാണ്. എക്സ്പെൻഡിച്ചറുകളെ മൂന്നായിട്ട് തിരിക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇതൊരു വലിയ എമൗണ്ട് ആയിരിക്കും സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ളത്. രണ്ടാമതായി റവന്യൂ എക്സ്പെൻഡിച്ചർ, വരുമാന വർധനവിൻ്റെ ഭാഗമായി ദീർഘനാളത്തേക്ക് ബിസിനസ്സിൽ എൻഗേജ് ചെയ്യപ്പെട്ടിരിക്കുന്ന തുകയെ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിശേഷിപ്പിക്കും. അടുത്തത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇത് ബിസിനസ്സിൻ്റെ ശരിക്ക് ലാഭമൊന്നുമല്ല, ചെലവല്ല. ചെലവെന്ന് പറയുന്നത് ഒരു അസറ്റിനെ ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ചെലവഴിക്കേണ്ടി വരുമ്പോൾ അത് ഒന്നിച്ച് ഒരു വർഷത്തെ ലാഭത്തിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യാതെ തുടർന്ന് വരുന്ന എല്ലാ വർഷങ്ങളിൽ നിന്നും റൈറ്റ് ഓഫ് ചെയ്ത് ഇല്ലാതാക്കുന്നതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അടുത്ത ഭാഗം, എന്താണ് പ്രോഫിറ്റ്? പ്രോഫിറ്റ് മീൻസ് ഇൻകം ഏൺഡ് ബൈ ദ ബിസിനസ് ഫ്രം ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ബിസിനസിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ബിസിനസ് സ്വന്തമാക്കുന്ന വരുമാനത്തെയാണ് പ്രോഫിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. രണ്ടാമതായി ലോസ്. ലോസ് ഈസ് എക്സ്പെൻസ് എക്സസ് ഓഫ് എക്സ്പെൻസ് ഓഫ് എ പീരിയഡ് ഓവർ ഇറ്റ്സ് റവന്യൂ. ഒരു പ്രത്യേക സമയത്ത് ലാഭവും നഷ്ടവും അല്ലെ, വരുമാനവും അവയുടെ ചെലവുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ചെലവ് കൂടുതലും വരുമാനം കുറവുമാണെങ്കിൽ ലോസ് എന്ന് പറയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അതാണ് എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവുമാണെങ്കിൽ ലോസ് ആയിരിക്കും. ഇനി എന്താണ് ഗെയിൻ? ലോസിന് നേരെ ഓപ്പോസിറ്റ്. ഗെയിൻ ഈസ് ദ ഇൻക്രീസ് ഇൻ ഓണേഴ്സ് ഇക്വിറ്റി റിസൾട്ടിംഗ് ഫ്രം സംതിങ് അതർ ദാൻ ദ ഡേ ടു ഡേ ഏണിംഗ് ഫ്രം ഇറഗുലർ ഓർ നോൺ റെക്കറിംഗ് നേച്ചർ. ഒരു പൊതു സ്വഭാവമില്ലാതെ സ്ഥിരതയോടുകൂടി നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം ആണ് എങ്കിൽ അതിനെ റെക്കറിംഗ് ഇൻകം എന്ന് വിളിക്കാം. ഇത് ബിസിനസ്സിൽ സ്ഥിരതയോടെ അല്ലാതെ വല്ലപ്പോഴുമായി ലഭിക്കുന്ന പ്രത്യേക വരുമാനത്തെ, നേട്ടത്തെ വിളിക്കുന്ന പേരാണ് ഗെയിൻ എന്നത്. എന്താണ് ഡെറ്റേഴ്സ്? ഡെറ്റേഴ്സ് ഈസ് എ പേഴ്സൺ ഹു ഓസ് മണി ടു ദ എന്റർപ്രൈസ് എഗനസ്റ്റ് ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. ഗുഡ്സ് കടത്തിൽ കൊടുപ്പോൾ അതിന് പണം തരാതെ പിന്നീട് തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ ഡെറ്റേഴ്സ് എന്ന വിഭാഗത്തിൽപ്പെടും. ബിസിനസ് ഗുഡ്സ് വിൽക്കുന്നു, അതിൻ്റെ പണം തരാതെ അവ പിന്നീട് തരാമെന്ന് പറഞ്ഞാൽ അത്തരം ആളുകൾ ഡെറ്റേഴ്സ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് ബിസിനസ്സിൻ്റെ ഒരു അസറ്റ് കൂടിയാണ്. ഭാവിയിൽ ഈ പണം ബിസിനസ്സിന് പിരിഞ്ഞ് ലഭിക്കുന്നതാണ്. എന്താണ് ക്രെഡിറ്റേഴ്സ്? ക്രെഡിറ്റേഴ്സ് ഈസ് എ person to whom an enterprise owes money against credit purchase. ക്രെഡിറ്റ് പർച്ചേസിനെതിരെ ബിസിനസ് കൊടുക്കാനുള്ള തുകയാണ് ക്രെഡിറ്റേഴ്സ് എന്ന എമൗണ്ട് വരുന്നത്. ഗുഡ്സ് കടത്തിൽ വാങ്ങി അതിൻ്റെ പണം കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അവയെ ക്രെഡിറ്റേഴ്സ് എന്ന വിഭാഗത്തിൽ പെടുത്തുന്നതാണ്. എന്താണ് വൗച്ചർ? വൗച്ചർ ഈസ് ആൻ എവിഡൻസ് ഓഫ് ദി ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻ്റെ ഒരു തെളിവിനെയാണ് വൗച്ചർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റുകളും അവയുടെ ആൻസേഴ്സും തന്നിരിക്കുകയാണ്. ഇവ പ്രീവിയസ് ഇയറിലും ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഗുഡ്സ് ബോട്ട് ഫോർ റീസെയിൽ. വിൽപ്പനയ്ക്കായിട്ട് ഗുഡ്സ് മേടിച്ചാൽ അവയെ എന്ത് വിളിക്കും? പർച്ചേസസ് എന്ന് വിളിക്കും. ഗുഡ്സ് സോൾഡ് വെൻ റിട്ടേൺഡ് ബൈ ദ പർച്ചേസർ. പർച്ചേസർ വാങ്ങിയ ആള് ഗുഡ്സ് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ഗുഡ്സ് സോൾഡ് വെൻ റിട്ടേൺഡ് ബൈ ദ പർച്ചേസർ. അതിനെ സെയിൽസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഇൻവേർഡ് എന്ന് വിശേഷിപ്പിക്കുന്നതാണ്. അതായത് നമ്മളൊരാൾക്ക് ഗുഡ്സ് വിറ്റു, ആ വാങ്ങിയ ആള് ആ ഗുഡ്സ് തിരികെ തന്നാൽ അത് സെയിൽസ് റിട്ടേൺ ആണ്. വിറ്റ ഗുഡ്സ് തിരികെ വന്നാൽ സെയിൽസ് റിട്ടേൺ. സ്റ്റോക്ക് ഇൻ ഹാൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരീഡ്. അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനം കയ്യിലുള്ള സ്റ്റോക്കിനെ വിളിക്കുന്ന പേരാണ് ക്ലോസിംഗ് സ്റ്റോക്ക്.
നാലാമത്തെ, എ പർച്ചേസ്ഡ് ഗുഡ്സ് മേ ബി റിട്ടേൺഡ് ടു ദ സെല്ലർ ഫോർ എനി റീസൺ. ഗുഡ്സ് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുഡ്സ് ഏതെങ്കിലും കാരണവശാൽ തിരിച്ച് കൊടുക്കേണ്ടി വന്നാൽ അവയെ വിളിക്കുന്ന പർച്ചേസ് റിട്ടേൺ എന്നാണ് വിളിക്കുന്നത്, അഥവാ റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ബിസിനസ്സിൽ വിൽപ്പനയ്ക്കായി വാങ്ങി വെച്ചിരിക്കുന്ന ഗുഡ്സിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാം. അതിനെയാണ് പർച്ചേസ് റിട്ടേൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. വെൻ ഗുഡ്സ് ആർ സോൾഡ് ഫോർ ക്യാഷ്, ക്യാഷിന് ഗുഡ്സ് വിറ്റാൽ അതിനെ ക്യാഷ് സെയിൽസ് എന്ന് വിളിക്കും. ഗുഡ്സ് ആർ ടേക്കൺ ബൈ ദ പ്രൊപ്രൈറ്റർ ഫോർ പേഴ്സണൽ യൂസ്, ഉടമസ്ഥൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യത്തിന് ഗുഡ്സ് പിൻവലിച്ചാൽ അതിനെ വിളിക്കുന്നു ഡ്രോയിങ്സ്. സ്റ്റോക്ക് ഇൻ ഹാൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രീവിയസ് ഇയർ, കഴിഞ്ഞ വർഷത്തിന്റെ അവസാനത്തെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കിന്റെ അളവിനെ എന്ത് വിളിക്കുന്നു? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നു. ഇനി മുൻ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് കറക്റ്റ് സീക്വൻസ് എഴുതുക. അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻസ് ആണ് അഥവാ പ്രോസസ് ആണ് എന്ന് പറയുന്നു, അതിന്റെ സീക്വൻസ് എഴുതുക. ഐഡന്റിഫൈങ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമറൈസിങ് എന്നുള്ള ഓർഡർ കറക്റ്റാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് അക്കൗണ്ടിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് നോക്കിയിട്ട് അവയുടെ ഓർഡർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് താഴെ തന്നിരിക്കുന്നു. ഒന്നാമത് ഐഡന്റിഫിക്കേഷൻ, രണ്ട് റെക്കോർഡിംഗ്. ഇപ്പോൾ ഐഡന്റിഫിക്കേഷൻ ഒന്നാമതായിട്ട് വരുന്ന രണ്ട് കേസുകളുണ്ട്. രണ്ടാമത്തേതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് രണ്ടിലും റെക്കോർഡിംഗ് ആണ്. മൂന്നാമത്തെ ക്ലാസിഫൈയിങ് ആണ് വരേണ്ടത്. ഇവിടെ ക്ലാസിഫൈയിങ് ഉണ്ട്, ഇവിടെ മൂന്നാമത്തെ. അപ്പം കംപ്ലീറ്റ്ലി ഒന്നിൻ്റെ ഉത്തരമാണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത, ക്ലാസിഫൈ ദ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ഉപയോക്താക്കളെ രണ്ടായിട്ട് തിരിക്കുക. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. നെയിം എനി 2 ഇന്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇൻ യുവർ ചോയ്സ്. ഏതെങ്കിലും 2 പേരുടെ വിവരങ്ങൾ എഴുതുക നിങ്ങളുടെ ഇഷ്ടത്തിന്. ഇന്റേണൽ യൂസേഴ്സ് ആരൊക്കെ? ക്രെഡിറ്റേഴ്സ് ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ വിഭാഗത്തിൽപ്പെടുന്ന ഇന്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓണർ, മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്. ഓണർ, മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയി ഇന്റേണൽ യൂസേഴ്സ്. എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ് ക്രെഡിറ്റർ, കൺസ്യൂമർ ഒക്കെ വരുന്നത്. അടുത്ത 4ാമത്തെ ചോദ്യം, അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു വേരിയസ് യൂസേഴ്സ്. ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വ്യത്യസ്തമായ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ളവരെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഭാഗം, ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു ബി പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ഫെസിലിറ്റേറ്റ് ബിസിനസ് ഡിസിഷൻ. അക്കൗണ്ടിങ്ങിൻ്റെ പ്രൈമറി ബിസിനസ്സിൻ്റെ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എങ്ങനെയൊക്കെ സഹായിക്കുന്നു. രണ്ടാമത്, ഏതെങ്കിലും 4 പേരെഴുതുക. ബിസിനസ്സിന്റെ പ്രവർത്തനങ്ങളുടെ റിസൾട്ട് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 മെയിൻറ്റെയിനിങ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. 2 ഡിറ്റർമിനിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അടുത്ത ഡിറ്റർമിനിങ് ഫിനാൻഷ്യൽ പൊസിഷൻ. അടുത്ത പ്രൊട്ടക്ടിങ് ബിസിനസ് അസറ്റ്സ്. ആൻഡ് 5th വൺ പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ, അക്കൗണ്ടിങ് ഗിവ്സ് നമ്പർ ഓഫ് അഡ്വാൻറ്റേജസ് ടു ദ ബിസിനസ്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകൾ ഏതൊക്കെയാണ്? 4 പോയിന്റ് ഉണ്ട്. 8ാമത്തെ ചോദ്യം അത് തന്നെയാണ്. റൈറ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ്. 2 എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള 2 എഴുതാം. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ബിസിനസ്, അസിസ്റ്റന്റ് ടു മാനേജർ, ഫെസിലിറ്റേറ്റ് കമ്പാരറ്റീവ് സ്റ്റഡി, ഹെൽപ്ഫുൾ ഇൻ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കും. അടുത്തത് 9ാമത്തെ ചോദ്യം, അക്കൗണ്ടിങ് ഹാസ് സർട്ടൺ ലിമിറ്റേഷൻസ്. അക്കൗണ്ടിങ്ങിന് ചില പോരായ്മകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് കണ്ട് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. റൈറ്റ് എനി 2 ഡീമെറിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഇഗ്നോർസ് ക്വാളിറ്റേറ്റീവ് എലമെന്റ്സ്. ക്വാളിറ്റേറ്റീവ് എലമെന്റിനെ അക്കൗണ്ട് ഒഴിവാക്കുന്നു. അക്കൗണ്ടിങ് ഇൻവേഴ്സ് പ്രൈസ് ലെവൽ ചേഞ്ച്. പ്രൈസിന്റെ ചേഞ്ചിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അടുത്തത്, അക്കൗണ്ടിങ് മേ ലീഡ് ടു വിൻഡോ ഡ്രസ്സിങ്. വിൻഡോ ഡ്രസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പോരായ്മ. അടുത്ത, അക്കൗണ്ടിങ് ഈസ് നോട്ട് ഫുള്ളി എക്സാക്റ്റ്. ഇതൊരു പൂർണ്ണ രൂപമാണെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുകയില്ല. ബാക്കിയുള്ള ഭാഗങ്ങൾ തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുകയും നോട്ടുകൾ കൃത്യമായി എഴുതിയെടുക്കുവാനായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.